നമസ്കാരം, എൻ്റെ പേര് വിപിൻ. പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിയാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു. പ്രകൃതി സംരക്ഷിക്കുക എന്ന ആശയവുമായി 2021 ഡിസംബർ 1 മുതൽ 253 ദിവസം നീണ്ടുനിന്ന കന്യാകുമാരി മുതൽ ലഡാക്ക് വരെയുള്ള കാൽനട യാത്രയിലെ അനുഭവങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് ഞാൻ എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ എൻ്റെ ഒരു യാത്രയുടെ ഒരു 6-7 മാസം മുന്നുള്ള എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനിതുപോലെ യാത്രയൊന്നും ചെയ്യില്ല. അതുപോലെ എനിക്ക് യാത്ര ചെയ്യണം എന്നുള്ളൊരു 10% ഇതുപോലെ ഉണ്ടായിരുന്നില്ല, ഒരു ആഗ്രഹം പോലെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരെയും പോലെ കോവിഡായിട്ട് വീട്ടിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ യാത്രയിൽ നിന്നുള്ള പരിപാടി, അതായത് ഈ പരിപാടി തന്നെ. ഇതിനകത്ത് പാലക്കാട് നിന്ന് ലക്ഷ്മി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ലഡാക്ക് വരെ ബൈക്ക് പോയത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോഴാണ് യാത്ര പോകണം എന്നുള്ളൊരു ആഗ്രഹം ആദ്യമായിട്ട് മനസ്സിൽ വന്നത്. പിന്നെ ഇതൊരു തുടക്കം, ഒരു തീപ്പൊരി വീഡിയോ എന്നുള്ള രീതിയിലാണ് ആ ഒരു ഒറ്റ വീഡിയോ. പിന്നെ അതിൻ്റെ പുറകെ ആ ജിനു തോമസ്, ആലപ്പുഴയിലുള്ള ജിനു ചാറ്റിൻ്റെ വീഡിയോ, പിന്നെ അരുൺ തഥാഗതൻ്റെ വീഡിയോ, ഇതൊക്കെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത്. അപ്പം ആ സമയത്ത് തന്നെ ഞാനൊരു കൂട്ടുകാരനെ വിളിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ അപ്പം തന്നെ അപ്രൂവൽ അടിച്ച്, എടാ ശരിടാ നോക്കിക്കോ നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു 6-7 മാസം അപ്പുറത്തൊരു ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്യണം. അങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ആദ്യത്തെ നമ്മുടെ ഒരു പടി എന്ന് പറഞ്ഞ് പോകാനുള്ള കുറച്ച് ബഡ്ജറ്റ് റെഡിയാക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് ചെറിയ ജോബൊക്കെ നോക്കി, അതുപോലെ പ്ലാൻ ഇടണം, എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ആദ്യം നമ്മൾ നടന്നു പോകാൻ ഉള്ളതിനേക്കാളും സൈക്കിളിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പൈസയൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ SGK സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ഇത് വാങ്ങി, ഒരു ഉണ്ടിക വാങ്ങി, അതായത് നമ്മുടെ കുടുക്കയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ വാട്ടർ ടാങ്കിൻ്റെ ആകൃതിയിലുള്ളത്. അപ്പോൾ അതിനകത്ത് ഡെയിലി 100 രൂപ എന്നുള്ള രീതിയിൽ ആഴ്ചയിൽ ഒരു 700 രൂപ വെച്ച് നമ്മൾ ഇട്ടങ്ങനെ പോയായിരുന്നു. അപ്പോൾ അതൊരു 6-7 മാസം കൊണ്ട് ഇതൊരു 20,000 രൂപയുടെ താഴെ വരെയായി. അപ്പോൾ അതാണ് യാത്രയ്ക്കുള്ള ഒരു മെയിൻ ബഡ്ജറ്റിൻ്റെ ഒരു ഭാഗം. ബാക്കി പിന്നെ നമ്മുടെ വേറൊരു സേവിങ്സ് ഒക്കെ ആയിട്ടൊരു കുറച്ച് പൈസയായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യാത്രക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, ബാഗ് കാര്യങ്ങൾ, പിന്നെ ഒരു ചെറിയൊരു ക്യാമറ മേടിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ ഷൂസ്. അപ്പോൾ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സൈക്കിളിനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ ലാസ്റ്റ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ സാഡായി. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ മൊത്തം ഫോണിലൂടെ സംഭാഷണം, നേരിട്ട് കാണണ്ടൊന്നുമില്ല കൂട്ടുകാരനെ, അതായത് കോവിഡിൻ്റെ സിറ്റുവേഷൻ ആയത് കാരണം. അപ്പോൾ നമ്മൾ പറഞ്ഞ്, എടാ സൈക്കിളിൻ്റെ ബഡ്ജറ്റ് ഇല്ല, ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ അടുത്ത പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പറയുമല്ലോ, ഫ്രണ്ട്സ് ആണല്ലോ, അപ്പോൾ എന്തായാലും പറയാനുള്ള രീതിയിലാണ്, പിന്നെ നമുക്ക് നടന്നു പോകാമെന്ന് പറഞ്ഞ് ഒരു തമാശയുടെ പുറത്ത് പറഞ്ഞതാ. അതിനുശേഷം അത് കാര്യമായി. ഓക്കെ, അപ്പോൾ വീട്ടിൽ നമ്മൾ പറഞ്ഞത് സൈക്കിളിൽ പോകണമെന്നാണ്. ആദ്യം നമ്മൾ സൈക്കിളിൽ പോകണമെന്ന് പറയുമ്പോൾ ഒരു വീട്ടുകാരെ സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ യാത്രയുടെ ഒരു 3 ദിവസം മുന്നാണ് പറയണത് സൈക്കിളിലല്ല നടന്നിട്ടാണ് പോകണമെന്ന്. അപ്പോൾ അതുകൂടെ പറഞ്ഞപ്പോൾ വീട്ടുകാർ സത്യത്തിൽ ഷോക്കാവാണ് ചെയ്തത്. അപ്പം അങ്ങനെ നവംബർ 30 ഞാനും എൻ്റെ ഒരു സുഹൃത്ത് പ്രദീപ്, ഞങ്ങൾ രണ്ടുപേരും കൂടി മെയിനായിട്ട് യാത്ര പ്ലാൻ ചെയ്ത്. പിന്നെ കൂടെ സിബിൻ, അജ്മൽ എന്ന് പറഞ്ഞൊരു വേറെ ഞങ്ങളുടെ കോളേജ് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീട് പാലക്കാട് ആയതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് കന്യാകുമാരി പോകണം. അങ്ങനെ നമ്മളൊരു 4 പേരും കൂടെ ട്രെയിൻ ബുക്ക് ചെയ്ത് നേരെ കന്യാകുമാരി എത്തി. അങ്ങനെ ഡിസംബർ 1 ഏകദേശം ഉച്ച തിരിഞ്ഞ് ഒരു 1 മണി ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ യാത്ര ഒഫീഷ്യലി ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെ ആദ്യത്തെ ദിവസമായതായിരുന്നു നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ്, എടാ നിങ്ങളിവിടെ നിൽക്കുക കുറച്ച് നേരം, നമുക്കൊന്ന് റെഡി ആവുന്നവരെ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു 8-9 കിലോമീറ്റർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാനും പ്രദീപും ഞങ്ങളുടെ കാൽനട യാത്ര തുടർന്ന്. അപ്പോൾ ആദ്യത്തെ ദിവസത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഒരു പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചിട്ടുള്ള സ്റ്റേ ആണ്. അത് നമ്മൾ കുറേ ബുദ്ധിമുട്ടി, അതായത് രാത്രി ഏകദേശം ഒരു 10:30 ആവാറായി നമുക്ക് സ്റ്റേ കിട്ടുന്ന സമയത്ത്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് നമ്മൾ നടന്നു പോവാണ്, കാശ്മീരിക്ക് പോവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ ഭയങ്കര സന്തോഷിച്ച്. അപ്പോൾ അവർ ആദ്യം നമ്മുടെ ചോദിക്കണത്, നിങ്ങൾ പൈത്യമാ അവിടെ തമിഴിലാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അത് വട്ടാണോ ഇത്ര ദൂരം നടന്നു എന്നൊക്കെയാണ് അവർ ആദ്യമായിട്ട് ചോദിക്കുന്നത്. പിന്നെ അവർക്ക് നമ്മുടെ ഒരു സ്പിരിറ്റ് മനസ്സിലായി, അത് പിള്ളേർ നല്ല സെറ്റായിട്ട് പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ഓക്കെ. അങ്ങനെ നമുക്ക് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് കേരള ബോർഡർ പിടിക്കണം. അതായത് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം കൊണ്ട് നമുക്ക് കേരള ബോർഡർ പിടിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യ ലക്ഷ്യം. അങ്ങനെ ആദ്യത്തെ 3-ാമത്തെ ദിവസം നമ്മൾ ബോർഡർ കയറി വൈകുന്നേരം ഒരു 5 മണിയായി. വൈകുന്നേരം 5 മണിയായപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു ഹസ്ബൻഡ് വൈഫ് നിൽക്കുന്നുണ്ട്. ഒരു ബസ് നിൽക്കുന്നൊരു മട്ടിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മളും റെസ്റ്റ് എന്നുള്ള രീതിയിൽ ആ ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു.
അപ്പോൾ അവർ നമ്മളെയും നോക്കുന്നുണ്ട്, നമ്മൾ അവരെയും നോക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഒരു 2-3 മിനിറ്റ് ഗ്യാപ്പിന് ശേഷം അവർ ചോദിച്ചു നിങ്ങൾ എവിടേക്കാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ നടന്ന ഒരു യാത്ര പോവാണ്, കാശ്മീർക്ക് പോവാണ്, ലഡാക്ക് പോവാണ് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞ് ഞങ്ങളും ഇതുപോലെ നടന്നൊരു യാത്ര പോവാണ്, കാശ്മീർ വഴി തിരിച്ച് കന്യാകുമാരി വരെയുള്ള ഒരു യാത്ര പോവാണെന്ന് അവരും നമ്മളോട് പറഞ്ഞ്. ഞങ്ങൾ രണ്ടുപേരും ആരംഭിച്ചത് ഒരേ സ്ഥലത്തുനിന്ന് ഒരേ ദിവസമാണ്. അപ്പോൾ ഇത് ഭയങ്കര എക്സൈറ്റഡ് ആയി ഞങ്ങൾ ആലോചിച്ചപ്പോൾ ശരിക്കും. അപ്പോൾ അത് ബെന്നി സാർ മോളി ടീച്ചറാണ്. അപ്പോൾ ബെന്നി സാർ മോളി ടീച്ചറും ഇതുപോലെ അധ്യാപകരാണ്. അപ്പോൾ അവരിതുപോലെ ഒരു ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയിട്ട് ഇന്ത്യ മൊത്തം സറൗണ്ട് ചെയ്തിട്ട് നടക്കുക, കോസ്റ്റൽ ഏരിയ പിടിച്ച് നടന്ന് തിരിച്ച് കന്യാകുമാരി വരെ നടക്കാം. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും ബെന്നി സാറോടും മോൾ ടീച്ചറോടും യാത്ര പറഞ്ഞ്, അതായത് ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ പോലും രണ്ടുപേർക്ക് രണ്ട് ചിന്താഗതിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് തിരുവനന്തപുരം സെൻറ്റർ കയറണം, അവർ പറഞ്ഞു അവർക്ക് സൈഡിലോട്ട് പോകണം എന്നുള്ള കാരണം ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് പോയി. അടുത്ത് നമ്മുടെ കൊല്ലാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലത്താണ് ഈ യാത്രയിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു ഭയങ്കര അനുഭവം ഉണ്ടായത്. അതായത് നമ്മൾ കൊല്ലത്തിൽ നീണ്ടകര ഹാർബർ കാണാമെന്നുള്ളൊരു തീരുമാനത്തിന് പുറത്ത് നീണ്ടകര ഹാർബർ പോവാണ്. അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് നമ്മളെ ചോദിച്ചു അത് എവിടേക്കാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ചോദിച്ചിട്ട് ആള് നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്തായാലും ഹാർബറിൽ പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ ആൾ പോയി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ നീണ്ടകര ഹാർബറിലൊക്കെ പോയി. തിരിച്ച് വരുന്ന സമയത്ത് ആ പുള്ളി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഡിക്സൺ എന്നാണ്. അപ്പോൾ വേറൊരു സുഹൃത്തുണ്ടായിരുന്നു ജോയൽ. അപ്പോൾ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആദ്യം ഇപ്പോൾ ഒരു 2-3 ദിവസം 4 ദിവസമായി നടക്കാൻ തുടങ്ങിയിട്ട് റെസ്റ്റില്ലാതെ നടക്കല്ലേ, ഇന്ന് വിശ്രമിക്കുന്ന പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വീടിൻ്റെ താക്കോലെടുത്ത് നമ്മുടെ തരികയാണ്. ഈ യാത്രത്തിന് ആദ്യമായിട്ടൊരു അനുഭവം, അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവം അതാണ്. അതെ, ഒരു വീടിൻ്റെ താക്കോൽ വന്നിട്ട്, അതായത് കുറച്ച് നേരം മുന്നേ വഴിയിൽ നിന്ന് കണ്ട രണ്ടുപേരുടെ അടുത്ത് ഒരു വീടിൻ്റെ താക്കോൽ കൊടുത്തിട്ട് ഈ വീടിൽ നിന്ന് നിങ്ങളുടെയാണ്, നിങ്ങളിവിടെ താമസിച്ചോ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ദിവസം അവിടെ റെസ്റ്റ് എടുത്ത്, യാത്രയിൽ ആദ്യത്തെ റെസ്റ്റ്. പിന്നെ നമ്മൾ ആലപ്പുഴ ലക്ഷ്യമായിട്ട് പോവാണ്. അപ്പോൾ ആലപ്പുഴ ലക്ഷ്യമാക്കി പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വീട്ടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടാണ് യാത്രയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നാട് വരെ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ അവിടെ നിന്നൊരു കോള് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഗ്യാപ്പിൽ ഒരാഴ്ച ഗ്യാപ്പ് വന്നു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് ആലപ്പുഴയിൽ അന്ന് നിരോധനാജ്ഞയാണ്. അപ്പോൾ ഞങ്ങൾ പുന്നമട കായലൊക്കെ പോകാന്നുള്ളൊരു പ്ലാനിൽ നടക്കണില്ല, ഒരു രക്ഷയില്ല, നടക്കൂല എന്ന് പറഞ്ഞു പോലീസുകാർ. പിന്നെ നമുക്കങ്ങനെ ആലപ്പുഴ മിസ്സായി. പിന്നെ നമുക്ക് ഇനി അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ, ഈ ചാവക്കാട് വഴി ഗുരുവായൂർ ചാവക്കാട് ഈ സൈഡിലൂടെ നമുക്ക് മലപ്പുറമാണ്. ഈ ഓരോ ജില്ലകൾ താണ്ടുമ്പോൾ നമുക്ക് ദിവസങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം ചില സമയത്ത് നമ്മൾ 35 കിലോമീറ്റർ നടക്കും, ചില ദിവസം ഞങ്ങൾ 10 കിലോമീറ്റർ നടക്കുള്ളൂ. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ബോഡി സെറ്റായി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ മലപ്പുറം എത്തുകയാണ്. മലപ്പുറം കയറി പൊന്നാനി എത്തിയപ്പോൾ ഏകദേശം ഒരു 8-8:30 സമയമായി. അപ്പോൾ പൊന്നാനി എത്തിയപ്പോൾ നമ്മൾ നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ പെട്രോൾ പമ്പാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പോണത്. അതാകുമ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും, കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അതുമല്ല പ്രൊട്ടക്ഷനാണ്, അതായത് ഈ 24 hours പെട്രോൾ പമ്പിൽ ക്യാമറയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രൊട്ടക്ഷനാണ്, സുഖമായിട്ട് ടെൻ്റ് അടിക്കുക എന്നുള്ള രീതിയിൽ നമ്മളൊരു ലൊക്കേഷൻ ഇട്ടിട്ട് ഒരു ടെൻ്റ് അടിക്കാനുള്ള ഒരു സ്പേസ് നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടൻ വന്ന് പെട്ടെന്ന് വട്ടം വെച്ച് ഒരു ബുള്ളറ്റിൽ. അപ്പോൾ ആൾ കണ്ടാൽ തന്നെ ഒരു റൈഡറിൻ്റെ ലുക്കൊക്കെയാണ്, അതായത് പക്ക ഹെൽമെറ്റൊക്കെ ഇട്ട് ലൈഫ് ഫ്ലാഗൊക്കെ കെട്ടി അങ്ങനെ നിൽക്കുക. അപ്പോൾ ആളുടെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്, ഉണ്ണിയേട്ടൻ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ആളെ കണ്ടെങ്കിൽ പോലും നമ്മുടെ യാത്രയിലുള്ള ഫുൾ റൂട്ട് മാപ്പ് എന്ന് പറയുന്നത് പിന്നെ ഉണ്ണിയേട്ടനായിരുന്നു. അതായത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഫെസ്റ്റിവൽ ബേസ് ചെയ്തിട്ടാണ് ഉണ്ണിയേട്ടൻ ട്രാവൽ ചെയ്യണത്. അപ്പോൾ ഉണ്ണിയേട്ടൻ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയാം, അതായത് നിങ്ങൾ ഈ റൂട്ട് പിടിക്കണ്ട, വേറെ റൂട്ട് പിടിക്കി, ഇതാണ് നല്ലത്, ഇവിടെ ഈ ഫെസ്റ്റിവൽ ഉണ്ട്, ഇതാണ് നിങ്ങൾക്ക് കൂടെ കുറച്ചൊരു ബെറ്റർ, കാണാനുള്ള കാഴ്ചകൾ ഇതായിരിക്കും. ഇങ്ങനെ ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്തത് ഉണ്ണിയേട്ടനാണ് ഈ യാത്രയിലോട്ട് നില മൊത്തം. അങ്ങനെ ഞങ്ങൾ ഉണ്ണിയേട്ടനോട് അവിടെ താമസിച്ച് അടുത്ത ദിവസം കോഴിക്കോട് ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. അങ്ങനെ കോഴിക്കോട് ലക്ഷ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ ബേപ്പൂർ എത്തി. ബേപ്പൂർ ജങ്കാര കയറിയിട്ട് വേണം അപ്പുറത്ത് പോകാൻ. അപ്പോൾ ഞങ്ങൾ നേരെ ജങ്കാര കയറി അപ്പുറത്ത് ഇറങ്ങിയ സമയത്ത് പ്രദീപിന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ട് കോഴിക്കോട് ഏകദേശം സെൻറ്ററിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ ബേപ്പൂർ ഇറങ്ങിയിട്ട് നല്ല സ്പീഡിൽ നടക്കാം, നല്ല സ്പീഡ് വെച്ചാൽ നല്ല സ്പീഡിൽ അങ്ങോട്ട് നടക്കാം. ഏകദേശം ഒരു 8 കിലോമീറ്റർ ഞങ്ങൾക്ക് ഒരു 1.25 മണിക്കൂറിൽ കവർ ചെയ്യണം എന്നുള്ള രീതിയിൽ നല്ല സ്പീഡിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ പോകുമ്പോൾ വേറൊരാൾ ഇതുപോലെ ഉണ്ണിയേട്ടനെ പോലെ തന്നെ വേറൊരാൾ വട്ടം വെച്ച് ഞങ്ങളുടെ വണ്ടിയും കൂടെ വട്ടം വെച്ചിട്ട് ആദ്യത്തെ ഡയലോഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, മക്കളെ കുറച്ചുകൂടെ പതുക്കെ പോകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഷോക്കായിട്ട് അങ്ങനെ നിന്ന്. അപ്പോൾ ആളിനെ പരിചയപ്പെടുത്ത ആളുടെ പേര് അഷർഫ് എന്നാണ്. അപ്പോൾ ഒരു IFS ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പോൾ റിട്ടയർഡൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ആള് പറഞ്ഞ് ഇന്ന് ഞങ്ങളുടെ കൂടെ കൂടിക്കോ, കോഴിക്കോട് ബീച്ച് എത്തുമ്പോൾ, മെയിൻ ആയിട്ടുള്ള ബീച്ച് എത്തുമ്പോൾ ആളിനെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്പർ വന്നിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ച് എത്തി. ബീച്ച് എന്ന് വെച്ചാൽ നല്ല ഭയങ്കര തിരക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ അത്രയും തിരക്കുള്ളൊരു ബീച്ച് ഞാൻ ആദ്യമായിട്ട് അന്ന് കാണണം, അത്ര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആളിനെ കണ്ടുപിടിച്ച്, അപ്പോൾ ആൾ പറഞ്ഞു നമ്മുടെ ഒപ്പം സ്റ്റേ അടിക്കുക, അതായത് ആളുടെ ഒപ്പം സ്റ്റേ അടിക്കുക എന്നുള്ള രീതിയിൽ ആൾ കൊണ്ടുപോകണം. അപ്പോൾ ആൾക്ക് ഏജ് ഉണ്ട്. അപ്പോൾ ഞാൻ മനസ്സിൽ നമ്മളങ്ങനെ വിചാരിച്ചു, അതായത് ഏജ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് സെറ്റ് ആവുമോ, അപ്പോൾ ഇങ്ങനൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോർ, അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ പോയിരിക്കുന്ന സമയത്ത് അവിടെ ഇതേപോലെ റിട്ടയർഡ് ആയിട്ടുള്ളൊരു 6-7 പേരുണ്ട്. അഷർഫക്ക, ഇദ്രിസ്ക, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ പോയി കഴിച്ചപ്പോൾ ഇവർ വേറെ വൈബ് ടീമാണ്. അത് ഇവർക്കൊരു മ്യൂസിക്കിൻ്റെ ഒരു സംഭവമുണ്ട്, ഐവ എന്ന് പറഞ്ഞിട്ട്. നമ്മളതിന് അകത്ത് കയറിയുന്ന വേറെ മൂഡ് റേഞ്ച് സ്ഥലം, അതായത് ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ ഉണ്ട് അവിടെ, അതായത് കീബോർഡ്, തബല, വയലിൻ, ക്ലാബ് ബോക്സ്, അങ്ങനെ ഇവര് മൊത്തം പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് റിട്ടയർഡ് ലൈഫ് പക്കയായിട്ട് ആഘോഷിക്കുന്ന കുറേ ടീം. അപ്പോൾ അങ്ങനെ നമ്മളൊരു 2 ദിവസം അവിടെ അഷറഫക്കോടൊപ്പം നിന്ന്. അപ്പോൾ അതിനുശേഷം ഇക്ക പറഞ്ഞ് എന്തായാലും റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയാമെന്നുള്ള രീതിയിൽ നമ്മൾ നിന്നതിന് ശേഷം റൂട്ട് നമ്മൾ മാറ്റി. ഉണ്ണേട്ടൻ പറഞ്ഞ് മുത്തങ്ങ കയറിക്കോ, അതാണ് കുറച്ചുകൂടി ബെറ്റർ, ഗോവ പോകുന്നില്ലെങ്കിൽ മുത്തങ്ങ വഴി പോകണമാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഗോവ വേണ്ടെന്നുള്ള രീതിയിൽ മുത്തങ്ങ കയറുകയാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അപ്പൊ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കേരള കർണാടക ബോർഡർ ക്രോസ് ചെയ്യണം. അപ്പൊ അതിന് ഏക വഴി എന്ന് പറയുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് ആണ്. അപ്പൊ മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടെ നടന്നു പോകാൻ സമ്മതിക്കില്ല, വന്യജീവി സങ്കേതമായ കാരണം. അപ്പോൾ ഒരു വഴി എന്ന് പറയുന്നത് ലോറിയിൽ കൈ കാണിച്ചിട്ട് കയറിപ്പോകാന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലോറി കൈ കാണിച്ച് അവരോട് ചോദിച്ചു എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടൈൽസ് എടുക്കാൻ പോവാണ്, അപ്പോൾ നിങ്ങൾ കയറിക്കോ, 2 വണ്ടി ഉണ്ട്, അപ്പോൾ ഓരോരുത്തർ ഓരോരോ വണ്ടി വെച്ച് കയറിക്കോ, നമ്മൾ കാട് ക്രോസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ നഞ്ചംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എത്തി ലോറിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പറഞ്ഞു ഓക്കെ ഞങ്ങൾ നടന്നു പോവാം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അവർ ടൈൽസ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് മൈസൂരാണ്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് നടന്ന്, അവിടെ നിന്ന് ഒരു 60 കിലോമീറ്ററിന് അടുത്തുണ്ട് മൈസൂർക്ക്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് മൈസൂർ പാലസൊക്കെ പോയി അവിടെയുള്ള കുറച്ച് സ്ഥലമൊക്കെ കറങ്ങി നമ്മൾ പിന്നെ മുന്നോട്ട് വേണ്ടി പോവാണ്. അപ്പോൾ പോണ സമയത്ത് കർണാടകയിൽ നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് ദിവസം സ്റ്റേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമുക്ക് കന്നഡ അറിയില്ല, ഹിന്ദി അറിയില്ല, പിന്നെ ആകെ അറിയണത് കുറച്ച് മലയാളം, തമിഴും പിന്നെ കുറച്ച് ഇംഗ്ലീഷാണ്. അപ്പോൾ അവർക്ക് റയറായിട്ടാണ് തമിഴ് അറിയുന്ന ആൾക്കാരുള്ളൂ. അപ്പോൾ നമ്മളുള്ള തമിഴൊക്കെ വെച്ച് ബോർഡർ ചെയ്താൽ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണ സമയത്ത് അങ്ങനെയാണ് സ്റ്റേ കിട്ടുക. അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ 3 പിള്ളേർ, അതായത് പിള്ളേർ നമ്മുടെ സെയിം ഏജ് തന്നെയാണ്. അപ്പോൾ അവർ MBA സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഒരു ബൈക്കിൽ വന്നിട്ട് 10 മണിക്ക് ശേഷം ബൈക്കിൽ വന്നിട്ട് പറയാണ് ഇന്ന് ഞങ്ങളുടെ ഒപ്പം സ്റ്റേ അടിച്ചോ എന്ന് പറയാണ്. കാരണം പിറ്റേ ദിവസം അവിടെ ലോക്ക്ഡൗൺ ആണ്, കർണാടകയിൽ ലോക്ക്ഡൗൺ ആണ് ശനി ഞായറും. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ഞായറാഴ്ച അവരുടെ ഒപ്പം സ്റ്റേ അടിച്ചിട്ട് പോവാണ്. അടുത്ത നമ്മുടെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹംപിയാണ്. അപ്പോൾ ഉണ്ണിയേട്ടനാണ് പറഞ്ഞത് ഹംപി നിങ്ങൾ മിസ് ചെയ്യണ്ട, ഭയങ്കര പീസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ശാന്തിയുള്ളൊരു സ്ഥലമാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹംപി ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. അപ്പോൾ ഹംപിക്ക് പോണ വഴി മേൽക്കോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു ബ്രോ പറഞ്ഞ് നിങ്ങൾ ആ ക്ഷേത്രത്തിൽ വെക്കോ, നല്ല വ്യൂ കിട്ടുന്ന പറഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രസാദം തന്നത് ഞങ്ങളെടുത്ത് കൈ വെച്ചിട്ട് താഴത്ത് വന്ന് കഴിക്കുന്നുള്ള രീതിയിൽ താഴത്ത് വന്ന് സ്റ്റേ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. അതായത് നമ്മൾ പോണ വഴിക്ക് ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു മെയിൻ സിറ്റിയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആളുകളുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല, ജസ്റ്റ് റോഡ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളൊരു 8-9 മണി കഴിഞ്ഞിട്ട് സ്റ്റേ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു തടാകത്തിൻ്റെ സൈഡിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിലെ പൂട്ടിയാളെ വീട്ടിൽ പോയി. അപ്പോൾ നമ്മൾ ആ ചായക്കടയുടെ സൈഡിൽ ടെൻ്റ് അടിച്ച് ആ പ്രസാദം കഴിച്ച് നമ്മൾ കിടന്നൊരു 2:30 ആയപ്പോഴാണ് ഞാൻ ഉറക്കത്തിന് ഉണർന്നത് 2:30 ആയപ്പോൾ. അപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് പണിപാളി ഇത് മനസ്സിലായത്, എനിക്ക് ഫുഡ് പോയിസൺ അടിച്ച്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ആള് ചൂടുള്ള ഒരു പ്രസാദം തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കവറിലായിട്ട് പൊതിഞ്ഞ് കേടായെന്ന് തോന്നുന്നു. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് 2:30 തൊട്ട് ഞാൻ വോമിറ്റിങ് തുടങ്ങി. അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ വണ്ടികളും പോകാത്തൊരു വഴി, ഞാൻ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടുതലുള്ള പ്രദീപ് കുറേ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കേടെ റെഡിയോ. അപ്പോൾ ഞാൻ വിറക്കാനൊക്കെ തുടങ്ങി, കാരണം സൈഡിലൊരു തടാകമായത് കാരണം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ലാസ്റ്റ് അവിടെ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും നേരം വെളുത്ത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ള ഒറ്റ ലക്ഷ്യമായി. അപ്പോൾ എങ്ങനെയൊക്കെ കിടന്നൊരു 4 മണി 4:30 ആയപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഉറങ്ങിയൊരു 7 മണിയായപ്പോൾ എണീച്ച് നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇട്ട്. അതാണ് യാത്രയിൽ ആദ്യത്തെ ഫുഡ് പോയ്സൺ. ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഫുഡ് പോയ്സൻ്റെ ഒരു കഥയാണത്.
പിന്നെ നമ്മൾ ഒരു റൂം എടുത്ത് 2 ദിവസം നമ്മളവിടെ താമസിച്ച് ഒന്ന് ഓക്കെ ആക്കി. അങ്ങനെയാണ് നമ്മൾ ഹംപിയിലേക്ക് പോണത്. അപ്പോൾ ഹംപിയിൽ എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ നേരെ അതായത് ഫുഡ് പോയ്സൺ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് വേറൊരു ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് നടന്നു പോകുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതായത് ഒരു ദിവസം കുറച്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുത്ത് വീണ്ടും പോയി അങ്ങനെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ നല്ല ടഫാണ്. അപ്പോൾ നമ്മൾ ഹംപി എത്താൻ ഒരു 2-3 ദിവസമായി. അങ്ങനെ നമ്മൾ ഹംപി എത്തിയപ്പോൾ അവിടെ കുറേ പിള്ളേരെ സെറ്റിനെ പരിചയപ്പെട്ട്, അതായത് അവരിതുവരെ നടന്നു പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പം അങ്ങനെ നമ്മൾ അവരോടൊപ്പം നിന്ന് അടിച്ചു പൊളിച്ച് നിൽക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞ് സൺറൈസ് പോയിന്റ് ഉണ്ട് മാതംഗ ഹിൽ എന്ന് പറഞ്ഞിട്ട്, അവിടെ പൊക്കോ, നല്ല സൺറൈസ് വ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ പോണ സമയത്ത് ഈ രാത്രി ഉറങ്ങലൊക്കെ അവിടുത്തെ വിരുപക്ഷ ടെമ്പിളാണ് രാത്രി ഉറങ്ങുന്നത്. അപ്പോൾ തലേ ദിവസം അലക്കിയിട്ട് ഉണങ്ങാത്ത കുറേ തുണിയൊക്കെ ബാഗിനകത്തുണ്ട്. അപ്പോൾ ഏകദേശം ബാഗിൻ്റെ നല്ല വെയിറ്റ് കൂടി. അപ്പോൾ ഈ നമ്മൾ വെയിറ്റും വെച്ച് ഞങ്ങൾ ഉണ്ടാളും പിന്നെ വേറൊരു പയ്യനുണ്ട്, ഞങ്ങൾ 3 കൂടെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് മേളിൽ പോയി സൺറൈസ് ഒക്കെ കണ്ട് തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ അവിടെയുള്ള പിള്ളേർ, അതായത് നമ്മുടെ ഏജ് തന്നെയാണ്, അവർ ജസ്റ്റ് അവിടുത്തെ ഫ്ലൂട്ടും പിന്നെ ചെണ്ട പോലത്തെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ അതിനുശേഷം അവരോട് ബായ് പറഞ്ഞിട്ട് നമ്മൾ ഹംപിയിൽ നിന്ന് പോവാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോളാപൂരാണ്, മഹാരാഷ്ട്ര. അപ്പോൾ നമുക്ക് അടുത്ത സോളാപൂർക്ക് പോണ സമയത്ത് ഒരു ദിവസം കാലത്ത് ഒരു 9:30 ആയിരിക്കുന്ന സമയത്ത് ഒരു ലോറിയിൽ കേരള രജിസ്ട്രേഷൻ ലോറി പട്ടാമ്പി ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇവർ വന്നിട്ട് ജസ്റ്റ് നിൽക്കണ കണ്ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്പർ പ്ലേറ്റ് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ എല്ലാ വണ്ടി പോകുമ്പോൾ നമ്പർ പ്ലേറ്റ് ജസ്റ്റ് നോക്കും. അപ്പോൾ ഇവർ വന്നിട്ട് എവിടേക്കാന്ന് ചോദിച്ചു നമ്മുടെ അടുത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ലഡാക്ക് പോവാണ്, നടന്ന് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അവർക്ക് തിരക്കുണ്ടെങ്കിൽ കൂടി അവർ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീൻകറി ഉണ്ടായിരുന്നു. അതായത് ഒരു നാട്ടിൽ നിന്ന് മീൻകറി വെച്ചിട്ട് പിന്നെ ചോറ് വെച്ചിട്ട് അങ്ങനെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവർ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തി കുക്ക് ചെയ്ത് നമുക്ക് ഭക്ഷണം തന്ന് ലോറിയുടെ അകത്തുനിന്ന് തന്നെ കുക്ക് ചെയ്ത് നമ്മൾ അകത്തുനിന്ന് തന്നെ കഴിച്ച്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കർണാടക മഹാരാഷ്ട്ര ബോർഡർ കയറുന്നത്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറി. അപ്പോൾ മഹാരാഷ്ട്രയിൽ നമ്മുടെ മെയിൻ സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് സോളാപൂരാണ്. അപ്പോൾ സോളാപൂരിൽ ചായ അടിപൊളിയാണെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യാത്രയിൽ. അപ്പോൾ നമ്മൾ സോളാപൂർ ചായ കുടിക്കാൻ വേണ്ടി സോളാപൂർ മെയിൻ സിറ്റിയുടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ സിറ്റിയുടെ സെൻറ്ററിലൂടെ പോയി. നമ്മൾ മെയിനായിട്ട് സിറ്റി പിടിച്ച് പോകാത്താണ്, പക്ഷെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പോകണമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ സിറ്റി പിടിച്ച് പോയി. പിന്നെ ശേഷം നമ്മൾ അടുത്തൊരു മെയിനായിട്ടുള്ള നമുക്കുള്ള ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അജന്ത എല്ലോറ കേവ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ പോണ വഴിക്ക് എല്ലോറ കേവ് എത്താം. അപ്പോൾ നമ്മൾ എല്ലോറയ്ക്ക് പോണ സമയത്ത് നമ്മൾ മാപ്പിട്ട് പോണ സമയത്ത് മൊത്തം വാക്കിങ്ങിൻ്റെ മാപ്പിലിടുക. അപ്പോൾ റോഡ് നമ്മൾ പോണ സമയത്ത് ലോങ്ങാ കാണിക്കുക. അപ്പോൾ വാക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള കാണിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഷോർട്ട് ഇട്ടിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് ബ്ലോക്കായി. അതായത് അവിടേക്ക് ബാക്കി വഴിയില്ലാണ്ടായി. ജസ്റ്റ് മൊത്തം കാടുകൾ, പിന്നെ ഒരു മതിലുണ്ട്, മതിലിൻ്റെ ഗേറ്റൊക്കെ ലോക്ക് ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഒരാളോട് ചോദിച്ചു, ചേട്ടാ ഇത് പോകാൻ പറ്റുമോ, നമുക്ക് എല്ലാവർക്കും പോകാനാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആൾ പറഞ്ഞു ഇത് കൂടെ പോകാൻ പറ്റും, മതിൽ ചാടിക്കോ എന്നിട്ട് പൊക്കോ, നിങ്ങൾ എല്ലാവർക്കും അതിൻ്റെ മുകളിലെത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല, അറിയില്ലല്ലോ സംഭവം എങ്ങനെയാണെന്നൊന്നും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊന്നും എടുക്കാതെ നോക്കി കയറിപ്പോയ സമയത്ത് ഏറ്റവും അവസാനത്തെ പോയിന്റിൽ നമ്മൾ ആദ്യം എത്തി. അതായത് എല്ലാവരും കയറി വന്ന് ലാസ്റ്റ് എത്തുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യം എത്തി. അപ്പോൾ അവിടെ നിന്ന് തന്നെ സെക്യൂരിറ്റി കൈയോടെ ഞങ്ങൾ പൊക്കി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഇതിൽ കൂടെ ഒന്നും വരാൻ പറ്റില്ല, ടിക്കറ്റ് എവിടെയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല ടിക്കറ്റ് എങ്ങനെ എടുക്കുകയെന്ന്, ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ആൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ പറഞ്ഞ് ശരി നിങ്ങൾ ടിക്കറ്റ് എടുക്കണ്ട, എൻ്റെ ഒപ്പം വാ, താഴെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ പെട്ട്, ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാത്തതിൻ്റെ പേരിൽ ആൾ ചിലപ്പോൾ ഇനി ഫൈൻ ഇടുക, അത് നമുക്കറിയില്ല, അവിടുത്തെ രീതികൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആൾ പറയണം നമുക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവണില്ല, നമ്മൾ പറയുന്ന ആൾക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ ആളുടെ ഒപ്പം കുറേ ഒരു 5-6 പേരുണ്ട് വേറെ വിസിറ്റേഴ്സായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ പോയിരിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു ഇനി നിങ്ങൾ ടിക്കറ്റൊന്നും എടുക്കണ്ട, ഞാനിത് ചുറ്റിക്കാണിക്കാന്ന് പറഞ്ഞിട്ട് ആള് ഞങ്ങളുടെ ഒപ്പം നടന്ന് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാണ്. അതായത് ഈ അവിടെ കാണാൻ വരുന്ന ആൾക്കാർക്ക് എൻട്രി ഇല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ക്ലീനിങ് ആയിട്ടുള്ള സ്റ്റാഫുകൾ കയറുന്ന സ്ഥലം, അതല്ലാതെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ അതിനകത്തുണ്ട്, റൂംസുകൾ, കാര്യങ്ങൾ. അപ്പോൾ ആള് ഇതിൻ്റെ താക്കോലൊക്കെ പോയി മേടിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അതായത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആരാന്നറിയില്ല, പക്ഷെ എന്നാൽ ആളുടെ സന്തോഷമാണത്. അങ്ങനെ നമ്മൾ ആളുടെ സഹായത്തോടെ നമ്മൾ അവിടെ കുറേയൊക്കെ സ്ഥലം കണ്ട് ശേഷം ആളുടെ അടുത്തൊരു ഗുഡ് ബൈയും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അജന്ത കേവ്സ് ആണ്. പിറ്റേ ദിവസം അജന്ത കേവ്സ് ഒക്കെ പോയി നമ്മൾ യാത്ര മുന്നോട്ട് പോവാണ്.